പയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് നടന്ന അഴിമതി ദേവസ്വം കമ്മീഷണർ കൊടുത്ത റിപ്പോർട്ടിനെ ബേസ് ചെയ്തുകൊണ്ട് കേരളം ചർച്ച ചെയ്യുകയാണ്. ഇതിലൊരു പ്രധാന കണ്ണിയായി വരുന്നത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. കേരളീയ സമൂഹം ഒരു കാലഘട്ടത്തിൽ അഭിമാനമായി നമ്മൾ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു സൊസൈറ്റി സംവിധാനമാണ് ULCC എന്ന് നമുക്കറിയാം. പക്ഷേ ഇന്ന് ഒരു സഹകരണ മേഖലയിൽ നിന്ന് പരിപൂർണമായി മാറി ഒരു കോർപ്പറേറ്റ് കൊള്ള സംഘത്തിൻ്റെ അവസ്ഥയിലേക്ക് ഊരാളുങ്കൽ സൊസൈറ്റി മാറിയിരിക്കുന്നു എന്നത് വസ്തുതാപരമായി പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയ്ക്ക് 16 ആരംഭിച്ച പിണറായി ഗവൺമെൻറ് അവസാനിക്കാൻ പോകുന്ന ഈ ഘട്ടം വരെ ഏകദേശം 1 ലക്ഷം കോടിയോളം രൂപയുടെ പ്രവൃത്തികൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിൽ ഈ സൊസൈറ്റി ചെയ്തതായി നമുക്ക് കാണാൻ കഴിയും. കിഫ്ബി വഴി തന്നെ ഏകദേശം 60,000 കോടിയോളം രൂപയുടെ ടെൻഡറുകൾ അവരെടുത്തിട്ടുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ അഴിമതിയായിട്ട് ഇത് പരിശോധന നടത്തിയാൽ നമുക്ക് കാണാൻ കഴിയും. ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന നിലക്ക് അവർക്ക് സർക്കാർ മുമ്പ് അനുവദിച്ച് നൽകിയിരുന്ന ഒരു 10% പ്രിഫറൻസ്, അതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തി വരുന്നത് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ സാധാരണ ആളുകൾക്ക് ഇത് മനസ്സിലാവില്ല. അതായത് ഒരു ടെൻഡർ 1 കോടി രൂപക്ക് ഈ പറയുന്ന ആരെങ്കിലും കോട്ട് ചെയ്താൽ 1 കോടിയാണ് അതിൻ്റെ ടെൻഡർ എമൗണ്ട് എന്ന് നമ്മൾ വിചാരിക്കുക. 1 കോടി രൂപക്ക് കോട്ട് ചെയ്യുന്ന മറ്റുള്ള കോൺട്രാക്ടർമാർ 1 കോടിക്ക് കോട്ട് ചെയ്താൽ അതിൻ്റെ 10% കൂട്ടി വെച്ചുകൊണ്ട് 1/10 1 കോടി 10 ലക്ഷത്തിന് ഉദാഹരണമായിട്ട് ഇവർക്ക് ഏറ്റെടുക്കാവുന്ന ഒരു സ്പെഷ്യൽ ഓർഡർ ഇവിടെ കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായും ഒരു സഹകരണ സംഘത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്ന ഉദ്ദേശത്തിൽ ചെയ്തു വെച്ചൊരു കാര്യമാണ്. അന്നത്തെ ഊരാളുങ്കൽ സൊസൈറ്റി എന്ന് പറയുന്നത് 100-ൽ താഴെ തൊഴിലാളികളും അതിനുള്ള ചെറിയ സംവിധാനങ്ങളുമായി പോകുന്നൊരു ഘട്ടത്തിലാണ് ഈ രീതിയിലുള്ളൊരു തീരുമാനം സൊസൈറ്റികളെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തിലെടുത്തത്. പക്ഷേ ഇത് വന്ന് അദാനിയേക്കാളും വലിയ ഒരു കോർപ്പറേറ്റ് കമ്പനിയായി കേരളത്തിൽ ഊരാളുങ്കൽ സൊസൈറ്റി മാറിയിരിക്കുകയാണ്. സൊസൈറ്റി പറഞ്ഞു വരുന്നത് കുറച്ച് തൊഴിലാളികൾ അതിൻ്റെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇതൊരു തൊഴിലാളി സംവിധാനമാണ് എന്ന ഒരു പുകമറ സൃഷ്ടിച്ച് കേരളത്തിൽ മുന്നോട്ട് പോവുകയാണ്. CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ എല്ലാവിധ അവരുടെ തെരഞ്ഞെടുപ്പായാലും മറ്റു പാർട്ടി പരിപാടികളായാലും അവരെ സ്പോൺസർ ചെയ്യുന്ന ഒരു സംവിധാനമായി ഊരാളുങ്കൽ സൊസൈറ്റി മാറിയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ടെൻഡർ കോട്ട് ചെയ്യുമ്പോൾ ആവറേജ് 20 തൊട്ട് 25% വരെ പ്രോഫിറ്റ് മാർജിൻ വെച്ചുകൊണ്ടാണ് ഇവിടുത്തെ കോൺട്രാക്റ്റുകളിൽ ഭൂരിഭാഗവും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊരു സ്റ്റാൻഡേർഡ് അതിൻ്റെ ഒരു അടിസ്ഥാനമാണ്. അപ്പോൾ നിങ്ങൾ തന്നെ ആലോചിച്ചാൽ മനസ്സിലാക്കാം, ഈ പറയുന്ന 10% പ്രോഫിറ്റ് മാർജിൻ്റെ പ്രോഫിറ്റായിട്ടുള്ള 25% എന്ന് പറഞ്ഞാൽ ആൾമോസ്റ്റ് 35% ആയി. 1 ലക്ഷം കോടിയോളം രൂപയുടെ വർക്ക് ഈ പറയുന്ന ഊരാളുങ്കൽ സൊസൈറ്റി കേരളത്തിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയിട്ടുണ്ടെങ്കിൽ 35,000 കോടിയോളം രൂപയാണ് ഈ കടം വാങ്ങി കിഫ്ബി വഴിയും അല്ലാതെയും ജനങ്ങളിൽ നിന്ന് പിഴിഞ്ഞെടുത്ത ഇവിടുത്തെ നികുതി പണവും എല്ലാം ഉപയോഗിച്ചുകൊണ്ട് കേരളത്തിലെ കൊള്ളയടിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിവിടെ ചർച്ചയാകുന്നില്ല. ഈ 10% പ്രിഫറൻസിന് പുറമേ ഇവർക്കായിട്ടുള്ളൊരു പ്രത്യേക സംവിധാനം, ടെൻഡർ ഇല്ലാതെ വർക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് നമുക്കത് കാണാൻ കഴിയില്ല. ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളോടിത് പറയുന്നത് ഞാൻ പല ഘട്ടത്തിൽ ഇത് സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നിങ്ങളൊക്കെ ഇതിനെക്കുറിച്ച് അവെയറാണ്. അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട പല കാര്യത്തിലും ബില്ലില്ല, ടെൻഡറില്ല, കൊട്ടേഷനില്ല. അവരൊരു വെള്ളക്കടലാസിൽ എഴുതി കൊടുക്കുന്ന എമൗണ്ട് എടുത്തു പോവുകയാണ്. അത് കേരളത്തിന് ബോധ്യപ്പെട്ടൊരു സമയത്താണ് ഈ കാര്യം നിങ്ങളോട് ഇത്ര വിശദമായി പറയുന്നത്. നിങ്ങളിൽ പലരും ഇത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. മറ്റൊരു കാര്യം, ഇവരെ നിയന്ത്രിക്കാൻ കേരളത്തിലെ PWD വകുപ്പിന് ഒരു മാർഗവുമില്ല.
ഇതിൻ്റെ എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നത് അവരാണ്, ഇതിൻ്റെ ക്വാണ്ടിറ്റി കണക്കാക്കുന്നത് അവരാണ്, അതിൻ്റെ എമൗണ്ട് നിശ്ചയിക്കുന്നത് അവരാണ്, പണിയെടുക്കുന്നത് അവരാണ്, പണിയെടുപ്പിക്കുന്നത് അവരാണ്. PWDയിലെ സെക്രട്ടറിക്ക് പോലും ഈ വിഷയത്തിൽ ഇടപെടാൻ കഴിയാത്ത അവസ്ഥയിൽ ക്യാബിനറ്റിൽ കൊണ്ടുപോകുക, പാസ്സാക്കുക, 100 കോടി 200 കോടി 500 കോടി പാസ്സാക്കി കൊണ്ടുപോവുക. ഇത് നോക്കാനും പറയാനും ചോദിക്കാനും ഒരാളില്ല. നോക്കാനും പറയാനും ചോദിക്കാനും സാധ്യവുമല്ല. ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ PWDയിൽ പിന്നെ ആ പോസ്റ്റിൽ കാണാൻ കഴിയില്ല. അപ്പോൾ ഇവരുടെ മുന്നിൽ ഈ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ എഞ്ചിനീയർമാരുടെയും അവരുടെ സബ് കോൺട്രാക്ടറുടെയും മുന്നിൽ നോക്കുകുത്തികളായി കേരളത്തിലെ ജനങ്ങളും ഉദ്യോഗസ്ഥന്മാരും നിൽക്കുന്നൊരവസ്ഥ ഇവിടെ നിലനിൽക്കുകയാണ്. ഏറ്റവും വലിയ കൊള്ളയായിരിക്കും ഇത് നടന്നിട്ടുണ്ടാവുക. നിങ്ങൾക്കൊക്കെ അറിയാം, നിങ്ങൾ കോഴിക്കോട് ജില്ലയുടെ പല ഭാഗത്തു നിന്നും വരുന്ന ആളുകളാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഇടത്തരക്കാരായിട്ടുള്ള നിരവധിയായ കോൺട്രാക്ടർമാരുണ്ടായിരുന്നു. അവരെ ചുറ്റിപ്പറ്റി ഒരു 10-100 തൊഴിലാളികൾ ആ നാട്ടിലുണ്ടാവും. അവരെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന ആയിരക്കണക്കിന് അവരുടെ കുടുംബാംഗങ്ങളുണ്ടാവും. നമ്മുടെ നാടിൻ്റെ സാമൂഹിക വിഷയത്തിൽ, ഈ പെയിൻ ആൻഡ് പാലിയേറ്റീവ് വിഷയത്തിലൊക്കെ അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള പൊതുപ്രവർത്തകരുമായി സഹകരിച്ച് അതിന് സംഭാവനകൾ കൊടുത്ത് നിലനിന്ന് പോകുന്ന ഒരു സംവിധാനം കേരളത്തിലുണ്ടായിരുന്നു. ഇന്ന് ആ വിഭാഗം ആളുകളെ കേരളത്തിൽ തിരഞ്ഞാൽ പോലും കാണില്ല. അവർ പലരും, ചിലരൊക്കെ അതിൽ ആത്മഹത്യ ചെയ്തു. പലരും ഈ ഫീൽഡ് വിട്ട് കടക്കണിയിലായി. വീടും പറമ്പും വിറ്റ് കടം വീട്ടിയിട്ടും തീരാത്തവരായിട്ടുള്ള 100 കണക്കിന് കോൺട്രാക്ടർമാർ ഇവിടെ ഉണ്ട്. ഒരു സൊസൈറ്റി എന്ന പേരിൽ ഇവിടെ 500 കോടിയുടെ വർക്കാണെങ്കിലും ഒരു പഞ്ചായത്ത് തലത്തിൽ നടക്കുന്ന 10 ലക്ഷത്തിൻ്റെ കാട് വെട്ടുന്ന വർക്കാണെങ്കിൽ പോലും ഇവർ കയറിയെടുക്കുകയാണ്. ഒരു മാനദണ്ഡവുമില്ല. അത് ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇവർക്ക് ചില ഇവന്റ് മാനേജ്മെന്റ് കമ്പനികളുണ്ട്. ഒരു കൺസ്ട്രക്ഷൻ കമ്പനി എന്തിനാണ് ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾ വെക്കുന്നത്? ഇപ്പോൾ ശബരിമലയിൽ നടന്നത് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം. അവിടെ ഊരാളുങ്കൽ സൊസൈറ്റിയുടെ സബ്ബായിട്ടുള്ള അവരുടെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനി അവർ ഇൻവോയ്സ് ചെയ്യാണ്. എന്നിട്ട് ഇവർ സബ് കോൺട്രാക്ട് കൊടുക്കുകയാണ്. 25 ലക്ഷം രൂപക്ക് ഒരു ഇവന്റ് അവർ ഏറ്റെടുത്താൽ ഇവർ 5 ലക്ഷം രൂപക്ക് ഈ പറയുന്നത് പോലെയുള്ള ചെറിയ ഇവിടുത്തെ ഇവന്റ് മാനേജ്മെന്റ് കമ്പനികൾക്ക് 5 ലക്ഷം രൂപയ്ക്ക് ആ വർക്ക് ഏൽപ്പിച്ച് ആ പണി ഏറ്റെടുത്തിട്ട് അവർ 25 ലക്ഷം രൂപ എഴുതി വാങ്ങുകയാണ്. ഇപ്പൊ ശബരിമല വിഷയത്തിൽ തന്നെ അത് വളരെ കൃത്യമാണ്. ചെയ്യാത്ത പണികൾക്ക് കാശ് വാങ്ങുന്നു. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ അവിടെ സംഗീത പരിപാടി നടത്തിയെന്ന് പറഞ്ഞിട്ട് 8 ലക്ഷം രൂപ അവിടുന്ന് ബില്ല് എഴുതി വാങ്ങിയെന്ന് നിങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിരവധിയായ സ്ഥലങ്ങളിൽ ഇപ്പൊ സർക്കാരിന്റെ പ്രചരണവുമായി അവരുടെ വികസനവുമായി നടക്കുന്ന പ്രചരണത്തിന്റെ കോടാനുകോടി ഉറപ്പിക 4ാം വാർഷികം ഏകദേശം 258 കോടി രൂപയെ ചെലവാക്കി എന്ന് പറയുന്നത്. പരസ്യ ബോർഡുകൾ, പരസ്യ ഈവന്റുകൾ ആരാ നടത്തുന്നത്? ഊരാളുങ്കൽ സൊസൈറ്റി. അവർ അത് സബ് കോൺട്രാക്ട് കൊടുക്കുന്നു. വർക്കുകൾ തന്നെ ഞാൻ ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് കോടി രൂപയുടെ വർക്കുകൾ എടുത്തിട്ട് അതിന്റെ 3/4 ഭാഗം വിലക്കോ അരഭാഗം വിലക്കോ ആണ് ഇവിടുത്തെ സബ് കോൺട്രാക്ടേഴ്സിന് കൊണ്ടുവരുന്നത്. 10,000 ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിരുന്ന തൊഴിലാളികളെ തൊഴിൽ മുഴുവൻ പോയി. ഇവിടുന്ന് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും 500 രൂപക്കും 600 രൂപക്കും തൊഴിലാളികളെ കൊടുന്ന് ഇവിടെ പാർപ്പിച്ച് പ്രാദേശികമായിട്ടുണ്ടായിരുന്ന തൊഴിലവസരങ്ങൾ കൂടി നഷ്ടപ്പെടുത്തി. ഇവർ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനും ഈ പറയുന്ന ഇതിൽ സോഷ്യൽ കമ്മിറ്റ്മെന്റിനൊക്കെ വേണ്ടിയാണ് ഇവരിത് ചെയ്യുന്നത് പറയുമ്പം എന്ത് കമ്മിറ്റ്മെന്റാണ് ചെയ്തിട്ടുള്ളത്?